VPN കട്ടായി പോവാണ്, അതുകൊണ്ടാണ് കേൾക്കാത്തത്. നെറ്റ് തീരാനായിട്ടാണ് അത്. പിന്നെ എനിക്ക് തിരക്കുവാണ്, ഒഴിവ് ഇല്ല. അപ്പൊ മെസ്സേജ് വിട്ടാ ഞാൻ അതിന്റെ ഇടയിൽ മെസ്സേജ് മറുപടി തരാം. ഇപ്പൊ എന്റെ നേരെയാണല്ലോ ഗ്രൂപ്പിലുള്ളത്. ഞാൻ നമുക്ക് തിരിയാൻ നിന്നു 3 ദിവസമായിട്ട് ഉറക്കം കൂടി ഇല്ലാതെ പണിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ബാക്കിൽ തിരിഞ്ഞില്ല. എനിക്ക് വീഡിയോ ഒന്ന് ചെയ്യണം, ഫുള്ള് എവിഡൻസും വെച്ച് കണ്ടൊരു വീഡിയോ ചെയ്യണം. അതിനൊരാൾക്ക് അടിക്കാൻ കൊടുക്കുന്നുണ്ട്. അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ആഗ്രഹമല്ലേ ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കണ്. പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? വേഗം പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ടി എങ്ങനെയാണെന്ന്. ഞാൻ അതല്ല ചോദിച്ചത്. നിങ്ങള് അവിടെ നിന്ന് നാട്ടിലേക്ക് എപ്പോഴാണ് വരിക? അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരികയാണെന്നുണ്ടെങ്കിൽ നിൽക്കാൻ്റെ കാര്യങ്ങൾ നോക്കാനാണ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് വീട് മേടിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിൽക്കാൻ വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, നിങ്ങളെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ. ഇല്ലാന്ന് നിൽക്കാൻ വെച്ചാൽ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക്. അതൊന്ന് മാറ്റി കിട്ടണം. എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട്, ആൾ വേണം എനിക്ക്. അത് മാത്രമല്ല, എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മൾ കൂടെ വേണം. അത് മസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിലേ ജീവിതം വേസ്റ്റാണ്, വെറുതെയാണ്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല, എന്റെ കല്യാണം നടന്നിട്ടില്ല എന്നും പറഞ്ഞിട്ടൊരു വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ, കല്യാണം കഴിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. 2-3 ഇന്റർവ്യൂകളിലെല്ലാം ഷാജിദ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. 26 വയസ്സുള്ള ഒരു പയ്യനെയാണ് വിവാഹം കഴിച്ചത് എന്ന് വരെ കൃത്യമായിട്ട് ഷാജിദ ഇന്റർവ്യൂസിലെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആരെ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചില്ല അതൊന്നും അല്ല ഇപ്പോഴത്തെ നമ്മുടെ വിഷയം. ഇതിനിടയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ട്, ഷാജിദ കല്യാണം കഴിക്കാം, ഷാജിദ അയാളെ കല്യാണം കഴിക്കാം എന്നും പറഞ്ഞിട്ട് ഷാജിദ അയാളെ പറ്റിച്ചു എന്നും പറഞ്ഞിട്ടാണ് അയാൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ മഹർ വാങ്ങിക്കാനാണെന്നും പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ ഷാജിദ വാങ്ങിയിട്ടുണ്ട്. റൌഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഷാജിദ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചത്. അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ വാങ്ങി, മഹർ വാങ്ങിക്കാനാണെന്ന് പറഞ്ഞിട്ട് പോയി മഹറൊക്കെ വാങ്ങി. ആ സ്വർണ്ണക്കടയിൽ ചെന്ന് നിന്നിട്ട് റൌഫ് എന്ന് പറയുന്നതിന്റെ സ്പെല്ലിംഗ് എന്താണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ അയാൾ വോയിസ് ആയിട്ട് വിട്ടിട്ടുണ്ട്. ശരിക്കും എന്താ പറയാ, ഒരു പ്രവാസിയാണ് അയാള്. ഇതിലെ ഓരോ പ്രവാസികളുടെ അവസ്ഥ നമുക്കറിയാം. ഇതില് ഉറുമ്പ് കൂട്ടുന്ന കണക്കായിരിക്കും കഷ്ടപ്പെട്ട് ഓരോരോ പൈസകൾ കൂട്ടി വെക്കുന്നത്. അതിങ്ങനെ മറ്റുള്ളവർ വന്ന് പറ്റിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എത്ര പറഞ്ഞാലും ഈ ആണുങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഷാജിദായെ മാത്രമല്ല ഞാൻ കുറ്റം പറയുന്നത്. ഇയാൾ എന്തിനു പണം കൊടുത്തു? ഇയാള് ഒരു പെണ്ണ് വന്ന് ചോദിച്ചു എന്ന് കരുതിയിട്ട് അല്ലെ ഒരു എന്തോന്നാണെന്ന് പറഞ്ഞിട്ട് പണം എടുത്ത് കൊടുക്കുന്ന ഇവരെയും വിവാഹം കഴിക്കും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് അയാൾ ആ
ക്യാഷ് കൊടുത്തത്. ശരിക്കും അയാൾ അവിടെ പറ്റിക്കപ്പെടുകയാണ് ചെയ്തത്. അയാൾ എന്താ പറയാ, പറ്റിക്കപ്പെടുന്നവന്റെ വേദന അത് അയാൾക്ക് മാത്രമേ അറിയൂ. അയാളുടെ ക്യാഷും പോയി, പെണ്ണും പോയി. ആ ഒരു അവസ്ഥയില് അയാള് ഉണ്ടാക്കിയ സ്വരുക്കൂട്ടിയൊക്കെ വെച്ചിരുന്ന ക്യാഷ് മഹർ വാങ്ങിക്കാനെന്ന് കരുതി അയാൾ അയച്ചു കൊടുത്ത് ഇവള് സ്വർണ്ണക്കടയിൽ പോയി മഹർ പേരെഴുതിയ റൌഫ് എന്നൊക്കെ എഴുതിയ ലോക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴൊക്കെ ഇവര് തമ്മിൽ തെറ്റാനുണ്ടായ കാരണം ഇവള് വയനാട് പോയപ്പോൾ ഇയാള് സ്വാഭാവികമായിട്ടും ഇയാള് ചോദ്യം ചെയ്യും. ഇപ്പൊ ആരായാലും ചോദിക്കത്തില്ലേ, അതുപോലെ ഇയാളും ചോദിച്ചു എന്തിനാ വയനാട് പോയത്. അപ്പൊ അവൾക്ക് അവിടം തൊട്ടാണ് ഇവർ തമ്മിലുള്ള വഴക്ക് തുടങ്ങുന്നത്, ഇവർ തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ ഇവള് തിരിച്ച് ഇയാൾക്ക് ഒരു വോയിസ് ഇടുവാണ്, ഞാൻ അവന്റെ കൂടെയാണ് വയനാട് പോയത്, ഞാൻ അവനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, ഇനി വേറൊന്നും അറിയാനില്ലല്ലോ. അപ്പൊ ഓക്കെ എന്നും പറഞ്ഞിട്ട് അവളൊരു വോയിസ് ഇട്ട് കൊടുക്കുവാണ് ഇയാൾക്ക്, റൌഫിന്. ശരിക്കും റൌഫിന് ദേഷ്യം വരില്ലേ? അയാളുടെ ക്യാഷും വാങ്ങി അയാളെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരുത്തനെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പം ആർക്കാ ദേഷ്യം വരാതിരിക്കുക? ആരാ ഇതിന് പ്രതികരിക്കാതിരിക്കുക? ശരിക്കും അയാൾ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല എങ്കിൽ ഒരിക്കലും അവർക്ക് വാഗ്ദാനം കൊടുക്കാതിരിക്കുക. ഓന്റെ കൂടെ ഞാൻ പോയത്, ഓനെ ഞാൻ കല്യാണം കഴിക്കാൻ പോണത്, കണ്ടില്ലേ? ഓനെ കല്യാണം കഴിക്കാൻ പോണത്. ഓക്കെ, ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ. ഓന്റെ കൂടെ ഞാൻ പോയത്, ഓനെ ഞാൻ കല്യാണം കഴിക്കാൻ പോണത്, കണ്ടില്ലേ? ഓനെ കല്യാണം കഴിക്കാൻ പോണത്. ഓക്കെ, ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ. സോഷ്യൽ മീഡിയ വഴി കണ്ട് പരിചയപ്പെട്ടു ഒരാൾ വന്ന് ക്യാഷ് ചോദിച്ചാല്, അതൊരു പെണ്ണായാലും ഒരാണായാലും വന്ന് ക്യാഷ് ചോദിച്ചാല് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രം കൊടുക്കുക. രോഗമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷ് ഒക്കെ വാങ്ങിക്കാൻ പലർക്കും മിടുക്കാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ക്യാഷ് എടുത്ത് കൊടുക്കുന്നതിന് മുൻപ് കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതിപ്പോ ഒരനുഭവമല്ല, 10 അനുഭവമല്ല, പല 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 അനുഭവങ്ങളും ഉണ്ടായാലും ആരും പഠിക്കില്ല. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ, ഒരു ജിന്നുമാടെ കാര്യം. ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത്. അത് എന്താ, ആരെങ്കിലും ഒന്ന് ചിരിച്ചു കാണിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഈ ക്യാഷൊക്കെ എടുത്ത് എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നത്? ഇങ്ങനെയുണ്ടല്ലോ മനുഷ്യന്മാര്. ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ആഗ്രഹമല്ലേ ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കണ്. പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? വേഗം പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ടി എങ്ങനെയാണെന്ന്. ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങള് അവിടുന്ന് നാട്ടിക്ക് എപ്പോഴാണ് വരിക? അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരികയാണെന്നുണ്ടെങ്കിൽ നിക്കാഹിന്റെ കാര്യങ്ങൾ നോക്കാനാണ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് വീട് മേടിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിൽക്കാൻ വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, നിങ്ങളെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ. ഇല്ലാന്ന് നിൽക്കാൻ വെച്ചാൽ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത